എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഷീക്ക് കബാബ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. സാധാരണ ഈ ഒരു കബാബ് തയ്യാറാക്കി എടുക്കുന്നത് ഓവനിലോ തന്തൂറിലോ ഒക്കെയാണ്. അപ്പോൾ നമ്മളിത് ഓവനിലും രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് ഷീക്ക് കബാബിൻ്റെ വീഡിയോ. അപ്പോൾ അത് സൗണ്ടൊന്നും ഇല്ലാതെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, എന്നാലും അടിപൊളി ടേസ്റ്റുള്ള ഒരു കബാബാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കബാബ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത ഏത് ഇറച്ചിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മിൻസ്ഡ് മീറ്റായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത കഷ്ണങ്ങൾ ചെറിയ ക്യൂബുകളാക്കി മുറിച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബീഫ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ഒക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരു ബീഫ് 300 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ചെറിയ ക്യൂബുകളായിട്ടുള്ള ബീഫാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സവാളയും ചെറിയ ക്യൂബുകളായിട്ട് തന്നെ മുറിച്ച് ഇട്ടാലും മതി. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിനയില ഇവിടെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ചതച്ച മുളകാണ്. പച്ചമുളകും ഇതിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പച്ചമല്ലി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എടുക്കാവുന്നതാണ് പകരം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കബാബിൽ നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ജീരകവും ഒന്നും ഒരുപാട് കൂടിപ്പോകരുത്, എല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി ലെമൺ, അതായത് നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിൻസ്ഡ് ബീഫ് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഇത് കഴുകിയിട്ടാണോ നമ്മൾ എടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിൻസ് ചെയ്തിട്ടുള്ള ബീഫാണ്. അത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നാട്ടിലൊക്കെ മിൻസ്ഡ് ബീഫ് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത ചെറിയ ബീഫ് കഷ്ണങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് തരിതരികളായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പകുതി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതി മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബീഫിൻ്റെ ഒരു കൂട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ഈ ഒരു കബാബ് തയ്യാറാക്കി എടുക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്കിതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനും നല്ലതായിട്ട് ഒരു മൊരിഞ്ഞ് വരാനും വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയോ കടലമാവോ ഏതാണെന്ന് വെച്ചാൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടലപ്പൊടി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് നല്ലതായിട്ടൊന്ന് സെറ്റായും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് കബാബാക്കി ഒന്ന് റോൾ ചെയ്ത് നോക്കാം. ഷീക്ക് കബാബ് എന്ന് പറഞ്ഞാൽ, ഷീക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിക്കിനെയാണ്, കബാബ് റോൾ ചെയ്യുന്ന സ്റ്റിക്കിനെയാണ് പറയുന്നത്. അതെല്ലാവരുടെയും വീട്ടിലുണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്ക്യൂവർ സ്റ്റിക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈർക്കിലുണ്ടെങ്കിൽ അതെടുക്കാം. 5-6 ഈർക്കിലെടുക്കുക. അതിനുശേഷം അത് ഒരുമിച്ചൊന്ന് ഒരു നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമ്മുടെ സ്പൂണിൻ്റെയും ഫോർക്കിൻ്റെയൊക്കെ ആ ഒരു താഴത്തെ ഭാഗം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെയുള്ള സ്റ്റിക്കുകളും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുണ്ടെങ്കിൽ ഇതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ രീതിയിലും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഇത്
ചെയ്തെടുക്കുന്നത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സ്പൂണിൻ്റെ അല്ലെങ്കിൽ തവിയുടെ താഴ്ഭാഗം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലൊരു തടിയുടെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റിക്കിലൂടെ ഇതുപോലെ ഒന്ന് ഇറക്കിയെടുക്കാം. അതിനുശേഷം കൈവച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പതിയെ ഊരിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 രീതിയിൽ ഈ ഒരു കബാബ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഓവനിലും ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഇത് പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിനുശേഷം പതിയെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഒന്ന് വലിച്ചെടുക്കുക. ഇതുപോലെ താഴെ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 300 ഗ്രാം ബീഫ് മീൻസിന് എനിക്ക് ഇതുപോലെ ഒരു 9 കബാബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് നമുക്ക് പാനിലും അതുപോലെ തന്നെ ഓവനിലും ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ ചെയ്യുന്നതെല്ലാം ഞാൻ ഈ ഒരു തടിയുടെ ഒരു സ്റ്റിക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഓവനിൽ വെക്കാനുള്ളത് ഞാൻ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്യൂവറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഓവനിൽ ചെയ്യുമ്പോൾ നമുക്കിത് ഗ്രില്ലിലേക്ക് ഡയറക്റ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ട്രെയിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രില്ലിൽ ഞാൻ വെച്ച് കൊടുത്താൽ ഈ ഒരു ബീഫിൽ നിന്നുള്ള ഓയിലെല്ലാം താഴെ ട്രെയിൽ വന്നടിയും. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രെയിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ഒരു ബീഫിൻ്റെയും അതുപോലെ തന്നെ ആ ബട്ടറും ഒക്കെ ഇറങ്ങി വന്നിട്ട് നല്ലതായിട്ട് ഓയിൽ ഇറങ്ങി വരും. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് എല്ലാ സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. ബീഫ് ആയതുകൊണ്ട് നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം. അപ്പോൾ കുറഞ്ഞ തീയിൽ പതുക്കെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അതുപോലെ നമ്മളിപ്പം ഈ ഒരു കബാബ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലൊരു ട്രെയിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാക്സിമം ടെമ്പറേച്ചറിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ 200 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് മൊത്തത്തിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കബാബ് ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒരേപോലെ ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ ബേക്കാവുന്ന സമയത്ത് നമുക്ക് പാനിലുള്ളതും ഒന്ന് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഓവനിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് വന്നത് ഈ ഒരു പാനിൽ ചെയ്തിട്ടുള്ള ഷീക്ക് കബാബാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കബാബ് നമുക്ക് ഗാർലിക് സോസിൻ്റെ കൂടെയും അതുപോലെ തന്നെ മിൻ ചട്നി, അതുപോലെ റൈസ്, റൊട്ടി എല്ലാത്തിനും കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്